ഹായ് എവരിവൺ, നമുക്ക് ഇന്ന് ഹൈറ്റ് ഓഫ് എ ബൈനറി ട്രീ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ബൈനറി ട്രീയുടെ ഹൈറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്പർ ഓഫ് നോട്ട്സ് ഓൺ ദ ലോങ്ങസ്റ്റ് പാത്ത് ഫ്രം റൂട്ട് ടു ലീഫ് നോഡ്. എത്ര നോട്ട്സ് ഉണ്ട് ലോങ്ങസ്റ്റ് പാത്തിൽ, റൂട്ട് തൊട്ട് ലീഫ് നോഡ് വരെയുള്ള പാത്ത്സ് നോക്കുമ്പോൾ. ഇവിടെ ഈ ലെഫ്റ്റിലുള്ള ട്രീയിലോട്ട് നോക്കാം. ഇവിടെയുള്ള റൂട്ട് ടു ലീഫ് നോഡ് പാത്ത്സ് ഏതൊക്കെയാ? 1 to 4, 1 to 5, 1, 3. ഇതിലെ ലോങ്ങസ്റ്റ് പാത്ത്സ് ഏതൊക്കെയാ? 1 to 4ഉം 1 to 5ഉം. ആ ലോങ്ങസ്റ്റ് പാത്ത്സിൽ എത്ര നോട്ട്സ് ഉണ്ട്? 3 നോട്ട്സ് അല്ലേ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ആൻസർ 3 എന്ന് കിട്ടി. 1 to 4, 1 to 5 നമുക്ക് 3 നോട്ട്സാണ് ഉള്ളത്. അതുകൊണ്ട് ആൻസർ 3 ആണ്. ഇനി റൈറ്റിലെ ട്രീയിലോട്ട് നോക്കുക. ഇവിടെയുള്ള റൂട്ട് ടു ലീഫ് പാത്ത്സ് എല്ലാം നമുക്ക് നോക്കാം. 1 to 4, 6, 1 to 5, 1, 3. ഇതിലെ ലോങ്ങസ്റ്റ് പാത്ത് ഏതാ? 1 to 4, 6 അല്ലേ. അതിൽ എത്ര നോട്ട്സ് ഉണ്ട്? 4 നോട്ട്സ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ആൻസർ 4 എന്ന് അവിടെ കിട്ടി. ഇനി ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. റിക്കേഷനിൽ നമ്മൾ അസ്യൂം ചെയ്യും നമ്മുടെ റൂട്ട് നോഡിന് ലെഫ്റ്റ് സബ് ട്രീയുടെയും റൈറ്റ് സബ് ട്രീയുടെയും ഹൈറ്റ് അറിയാമെന്ന്. അന്നേരം ഇവിടെ നോക്കുകയാണെ ഈ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എത്രയാ? നമ്പർ ഓഫ് നോട്ട്സ് ഓൺ ലോങ്ങസ്റ്റ് പാത്ത് ഫ്രം റൂട്ട് ടു ലീഫ് നോഡ്. ഈ ലെഫ്റ്റ് സബ് ട്രീയുടെ റൂട്ട് 2 ആണ്. അവിടെയുള്ള 2 പാത്ത്സ് 2 to 4ഉം 2 to 5ഉം ആണ്. നമ്പർ ഓഫ് നോട്ട്സ് ഓൺ ലോങ്ങസ്റ്റ് പാത്ത് എത്രയാണ് ഈ ലെഫ്റ്റ് സബ് ട്രീയിൽ? 2 ആണ്. റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എത്രയാ? അത് 1 ആണ്. ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ റൂട്ട് നോഡായ ഈ 1നെ അറിയാമെങ്കിൽ എങ്ങനെ നമുക്ക് ബൈനറി ട്രീയുടെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? 1 plus maximum of left subtree height and right subtree height എന്ന് വെച്ചാൽ 1 plus max of 2 and 1. അതെത്രയാ? ഇവിടെ 2ൻ്റെ 1ലെ മാക്സിമം എത്രയാ? 2 ആണ്. 1 plus 2, അങ്ങനെ നമുക്ക് 3 എന്ന് കിട്ടി. ഈ ട്രീയുടെ ഹൈറ്റ് 3 ആണ്. ഇനി നമുക്ക് റൈറ്റിലെ ട്രീ നോക്കാം. ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റും റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റും റൂട്ടിനെ അറിയാമെന്ന് വിചാരിച്ചോ. ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എത്രയാ? 3 അല്ലേ. 2, 4, 6 അവിടുത്തെ ലോങ്ങസ്റ്റ് പാത്ത്. റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എത്രയാ? 1 ആണ്. 1 plus മാക്സ് ഓഫ് 3 and 1, അത് 4 എന്ന് കിട്ടി. ഇതിന്റെ കോഡ് നമുക്ക് നോക്കാം. ഡെഫ് ഹൈറ്റ് ഓഫ് റൂട്ട് ഇഫ് നോട്ട് റൂട്ട്. ട്രീ ഇല്ലാത്ത ആ സിറ്റുവേഷൻ, അന്നേരം റൂട്ടിന്റെ വാല്യൂ നൺ ആയിരിക്കും. ഇഫ് നോട്ട് റൂട്ട് ട്രൂ ആയിരിക്കും. നമ്മൾ 0 എന്ന് റിട്ടേൺ ചെയ്യും. റിട്ടേൺ 1 plus മാക്സ് ഓഫ് ഹൈറ്റ് റൂട്ട് ഡോട്ട് ലെഫ്റ്റ് ഹൈറ്റ് റൂട്ട് ഡോട്ട് റൈറ്റ്. 1 plus മാക്സിമം ഓഫ് ലെഫ്റ്റ് സബ് ട്രീ ഹൈറ്റ് ആൻഡ് റൈറ്റ് സബ് ട്രീ ഹൈറ്റ്. അതാണ് നമ്മുടെ ട്രീയുടെ ഹൈറ്റ്. ഇവിടെ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ റൂട്ട് നോഡിന്റെ കൗണ്ടാണ്. ഈ കോഡിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റിയും ഓർഡർ ഓഫ് n ആണ്. ഈ കോഡിന്റെ വർക്കിംഗ് നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യം ഈ 1 2നെ കോൾ ചെയ്യും, 2 4നെ കോൾ ചെയ്യും, 4 അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയെ കോൾ ചെയ്യും. ലെഫ്റ്റ് സബ് ട്രീയിൽ ഒന്നുമില്ല. അന്നേരം ഇവിടുന്ന് 0 റിട്ടേൺ ആവും. റൈറ്റ് സബ് ട്രീ നോക്കും. റൈറ്റ് സബ് ട്രീയിലും ഒന്നുമില്ല. അവിടുന്ന് 0 റിട്ടേൺ ആവും. 1 plus മാക്സ് ഓഫ് 0, 0. ഇവിടുന്ന് 1 റിട്ടേൺ ആവും. ഇനി നമ്മൾ ഈ 5നെ കോൾ ചെയ്യും.
ഫൈൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒന്നുമില്ല. അവിടുന്ന് രണ്ടിടത്തു നിന്ന് 0 റിട്ടേൺ ആവും, അവിടുന്ന് 1 റിട്ടേൺ ആവും. ഇപ്പം 2 ലെഫ്റ്റ് സബ് ട്രീന്ന് 1 റൈറ്റ് സബ് ട്രീന്ന് 1 വരുന്നുണ്ട്. അന്നേരം 1 പ്ലസ് മാക്സ് ഓഫ് 1 1 എന്ന് വന്നു, അത് 2 ആണ്. അങ്ങനെ ഇവിടുന്ന് 2 റിട്ടേൺ ആയി. ഇനി 3നെ കോൾ ചെയ്തു. 3യുടെ ലെഫ്റ്റിലും റൈറ്റിലും ഒന്നുമില്ല, അന്നേരം അവിടുന്ന് 0 റിട്ടേൺ ആവും. 1 പ്ലസ് മാക്സ് ഓഫ് 0 0 എന്ന് വെച്ചാൽ 1 ഇവിടുന്ന് റിട്ടേൺ ആവും. ഇപ്പം ലെഫ്റ്റ് സബ് ട്രീന്ന് 2ഉം റൈറ്റ് സബ് ട്രീന്ന് 1ഉം വന്നു. 1 പ്ലസ് മാക്സ് ഓഫ് 2 1 എന്ന് വെച്ചാൽ 3 ആണ്. അങ്ങനെ നമുക്ക് ഈ ട്രീയുടെ ഹൈറ്റ് 3 എന്ന് കിട്ടും.